പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷ വചന പഠനത്തിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ദൈവവചനം പഠിക്കാനായി കാണിക്കുന്ന ശ്രദ്ധയ്ക്കും താല്പര്യത്തിനും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് വിശ്വസിക്കുക വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറയാം. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിലാണ്. 5-ാം അധ്യായത്തിൽ 13 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ധ്യാനിച്ചത്. ഇനി നമ്മൾ ഇന്ന് കാണാൻ ശ്രമിക്കുന്നത് 14-ാമത്തെ വാക്യം മുതലാണ്. നമുക്കത് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനം. പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. പിന്നീട് യേശു അവനെ കാണുന്നത് എവിടെ വെച്ചാണ്? ദേവാലയത്തിൽ വെച്ചിട്ടാണ്. അങ്ങനെ ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോഴാണ് യേശു അവനോട് സംസാരിക്കുന്നത്. അപ്പോൾ ദേവാലയത്തിൽ വെച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഓരോ അനുഗ്രഹങ്ങളും നമ്മളെ നയിക്കേണ്ടത് ദൈവാരാധനയിലേക്കാണ്. നമ്മൾ സ്വീകരിച്ച എല്ലാ അനുഗ്രഹങ്ങളും നമ്മളെ നയിക്കേണ്ടത് ദൈവാരാധനയിലേക്കാണ്. 116-ാം സങ്കീർത്തനത്തിൻ്റെ 12, 13, 14 തിരുവചനങ്ങളിൽ പറയും, എൻ്റെ ദൈവം എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ എങ്ങനെ നന്ദി പ്രകാശിപ്പിക്കും. രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കും. സകല ജനത്തിൻ്റെയും മുമ്പാകെ അവിടത്തേക്കുള്ള നേർച്ചകൾ ഞാൻ നിറവേറ്റും. അപ്പോൾ ദൈവം നമുക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാൻ എന്താണ് വഴി? ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവാരാധന നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ മനുഷ്യന് മനസ്സിലായി. ഞാൻ പറഞ്ഞിരുന്നു, അയാൾക്ക് ഈ കട്ടിലുമെടുത്ത് അയാൾ വീട്ടിലേക്ക് പോകുന്നതിന് പകരം അയാൾ കട്ടിലെവിടെയോ താഴെ വെച്ചിട്ട് ദേവാലയത്തിലേക്ക് തിരിച്ച് നടന്നു വന്നു. അങ്ങനെ ദേവാലയത്തിൽ വെച്ച് അയാൾ യേശുവിനെ കാണുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും നമ്മളെ ആരാധനയിലേക്ക് നയിക്കാനാണ്. ഹീലിംഗ് ഷുഡ് ലീഡ് അസ് ടു വർഷിപ്പ്. ഗോഡ് ഡെലിവേഴ്സ് അസ് ടു മേക്ക് എസ് അഡോറേഴ്സ്, വർഷിപ്പേഴ്സ്. ആരാധകരാക്കി മാറ്റാനാണ് ദൈവം വിടുവിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ക്ലാസിക്കലായ എക്സാമ്പിൾ പുറപ്പാട് പുസ്തകത്തിലാണ്. നമുക്കറിയാം അത്. അതായത് ഓരോ തവണ ഫറവോയുടെ അടുത്ത് ചെന്നിട്ട് ജനത്തെ വിട്ടയക്കണമെന്ന് പറയുമ്പോഴും മോശ പറയുന്നത്, മരുഭൂമിയിൽ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങളെ വിട്ടയക്കുക. എന്തിന്? ആരാധിക്കാൻ. അപ്പോൾ അത് രോഗത്തിൽ നിന്നാണെങ്കിലും പാപത്തിൽ നിന്നാണെങ്കിലും ശാപത്തിൽ നിന്നാണെങ്കിലും ദൈവം വിടുവിച്ച് അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നത് ആരാധകരാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വചനം വായിക്കാം. പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. 1 Peter chapter 2 verse 9. അപ്പോൾ 1 പത്രോസ് 2:9 ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു, എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനതയുമാണ്. അതായത് യേശു നമ്മളെ വിടുവിച്ച് പുത്രൻ്റെ രാജ്യത്തിലേക്ക് ആനയിച്ചു. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഈ പത്രോസ്ലീഹയുടെ ലേഖനം വായിക്കുന്നതിന് മുമ്പ് ഒരു ബന്ധം കിട്ടാൻ ഞാൻ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഒരു വാചകം വായിക്കാം. അന്ധകാരത്തിൻ്റെ, കൊളോസോസ് 1:13, അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു. കണ്ടോ? വിമോചിപ്പിച്ചു. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു. അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ ആനയിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ഈ ചിത്രം കാണാനാവുന്നുണ്ടോ? അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു, ഡെലിവർ ചെയ്തു, റെഡീം ചെയ്തു അന്ധകാരത്തിൻ്റെ രാജ്യത്തിൽ നിന്ന്. എന്നിട്ട് അങ്ങനെ അന്ധകാരത്തിൽ നിന്ന് മോചിപ്പിച്ച് പാതി വഴിയിൽ നിർത്തുകയല്ല, പുത്രൻ്റെ രാജ്യത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു. അങ്ങനെ പുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നതിനെക്കുറിച്ചാണ് പത്രോസ്ലീഹ 1-ാമത്തെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. പുത്രൻ്റെ രാജ്യത്തിലേക്ക് ആനയിച്ചിട്ട് എന്ത് ചെയ്തു? അപ്പോൾ അങ്ങനെ ആനയിക്കപ്പെട്ട നമ്മൾ ആരാണ്? 1 പത്രോസ് 2:9
നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. അങ്ങനെ ദൈവരാജ്യത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമാക്കി മാറ്റി. എന്നിട്ട് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഇത് നമ്മൾ ഈ ഭാഗം ആരും വായിക്കാറില്ല. ഈ ആദ്യത്തെ ഭാഗം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താണ്? നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. ഇത് പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങളുടെ ആരാധനാക്രമത്തിൽ ഈ കാര്യം ഈ വചനം എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ ആരാധനാക്രമത്തിലും ഈ വചനം പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ ആശയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ എന്തു ചെയ്യണം? അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം. ഇതിനാണ് വിമോചിപ്പിച്ച് പുത്രൻ്റെ രാജ്യത്തിലേക്ക് ആനയിച്ച് ദൈവത്തിൻ്റെ സ്വന്തം തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാക്കി മാറ്റിയതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാറ്റിയതിൻ്റെ ഉദ്ദേശം, ലക്ഷ്യമെന്ന് പറയുന്നത്, നമ്മൾ അന്ധകാരത്തിൽ നിന്ന് നമ്മളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കുക എന്ന് പറഞ്ഞാൽ അവനെ ആരാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവൻ ദേവാലയത്തിലേക്ക് വന്നു എന്നുള്ളത് ഇത് ശരിയായ ഈ വിടുവിക്കപ്പെട്ടവൻ്റെ യാത്ര ശരിയാണെന്നുള്ളതിൻ്റെ തെളിവാണിത്. അവൻ വരുന്നത് ആരാധനയിലേക്കാണ്. സ്വന്തം സ്വാർത്ഥതയുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നതിന് പകരം അവൻ ദൈവാരാധനയുടെ പ്രകാശതലങ്ങളിലേക്ക് മടങ്ങി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടപ്പോൾ അവനോട് പറയുകയാണ്, കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. സാവകാശം ഒന്ന് ധ്യാനിക്കണം ഈ വചനത്തെ. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഇവൻ ഈ സംഭവിച്ചതിൽ കൂടുതൽ മോശമായിട്ട് എന്ത് സംഭവിക്കാനാണ് ഇനി ഭൂമിയിൽ? ഈ 38 വർഷം ഈ കുളക്കരയിൽ തളർന്നു കിടന്നവന് ഇനി ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാനാണ്? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പിന്നെ യേശു എന്താ ഉദ്ദേശിക്കുന്നത്? ഇവനീ കിടന്ന തളർച്ചയെക്കാളും മോശമായിട്ട് ഇനി എന്ത് സംഭവിക്കാനാണ്? ഇനി പാപം ചെയ്താൽ എന്ത് സംഭവിക്കാനാണ്? മരിക്കുമായിരിക്കും. അപ്പോൾ ചോദ്യം മനസ്സിലായെങ്കിൽ യേശു ഉദ്ദേശിക്കുന്നത് ഈ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളല്ല. യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത് നിത്യമായ ശിക്ഷയെക്കുറിച്ചാണ്. അതായത് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി വീണ്ടും പാപത്തിൽ തുടർന്നാൽ അവന് സംഭവിക്കുന്ന നിത്യമായ ശിക്ഷയെക്കുറിച്ചാണ് യേശു ഇവിടെ കൂടുതൽ മോശമായത് എന്ന് പറയുന്നത്. ഞാൻ 1-2 വചനങ്ങൾ വായിക്കാം. അതായത് നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ചിന്ത ഇതാണ്. അതായത് ഇപ്പോൾ മാമോദീസായിലൂടെ ഇവൻ ദേവാലയത്തിലേക്ക് വന്നു. നിങ്ങൾ നോക്കൂ, ഇവൻ ഈ ബത്സേദ കുളത്തിൻ്റെ അവിടെ നിന്ന്, അത് മാമോദീസായുടെ പ്രതീകമാണെന്ന് ഞാൻ പറഞ്ഞു, അവിടെ നിന്ന് ഇവൻ നേരെ ഇപ്പോൾ ദേവാലയത്തിലേക്ക് വന്നിരിക്കുകയാണ്, ദൈവാരാധനയിലേക്ക്. നമ്മുടെ ക്രിസ്തീയ ഭാഷയെ പറഞ്ഞാൽ മാമോദീസ മുങ്ങിയവൻ കുർബാനയ്ക്ക് വന്നിരിക്കുകയാണ്. അപ്പം മാമോദീസയെ സ്വീകരിച്ച് പരിശുദ്ധ കുർബാനയെ സ്വീകരിച്ച് പരിശുദ്ധ കുർബാനയിൽ യേശുവിനെ ആരാധിച്ച് ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരാളോട് പറയുകയാണ്, മേലിൽ പാപം ചെയ്യരുത്. അത് രക്ഷിക്കപ്പെട്ട എല്ലാവരോടുമുള്ള കൽപ്പനയാണ്. നമ്മൾ പാപത്തിൽ ജീവിച്ചാൽ നിത്യമായ ശിക്ഷാവിധി അനുഭവിക്കേണ്ടി വരും. എഫേസസ് ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ തിരുവചനം ഞാൻ വായിക്കുകയാണ്. എഫേസസ് ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ തിരുവചനം. അതായത് നമ്മൾ ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു, കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു, പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതായത് നമ്മളൊരു ദൈവഭവനമായി മാറുകയാണ്. ദേവാലയത്തിൽ വെച്ച് രക്ഷിക്കപ്പെട്ടവനെ യേശു കണ്ടെത്തി എന്ന് പറയുന്നതിൻ്റെ ഒരു ആത്മീയമായ പുതിയ നിയമ അർത്ഥമെന്ന് പറയുന്നത് നമ്മളൊരു ന്യൂ ടെമ്പിളായി മാറുകയാണ്. യേശുവിൽ നമ്മളൊരു പുതിയ ദേവാലയമായി മാറുകയാണ്. അപ്പോൾ ആ ദേവാലയത്തെക്കുറിച്ച് അപ്പസ്തലൻ പറയുന്നത് പരിശുദ്ധമായ ഒരാലയം എന്നാണ്. പരിശുദ്ധമായ ഒരാലയമായിട്ട് മാറുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ ഇനിയും നമ്മൾ പാപത്തിൽ ജീവിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? എബ്രായ ലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: സത്യത്തെ സംബന്ധിച്ച പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നെ ഒരു ബലി അവശേഷിക്കുന്നില്ല.
സത്യത്തെ സംബന്ധിക്കുന്ന പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ, പ്രധാനമായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് യേശുവിനെ തള്ളി പറയുക, യേശുവിനോടുള്ള രക്ഷ വേണ്ടാന്ന് വെക്കുക, അല്ലെങ്കിൽ യേശുവിനെ കുമ്പസാരം ആവശ്യമില്ല, പാപമോചനം ആവശ്യമില്ല, ഈ ധാരണയിൽ ജീവിക്കുന്ന ആളുകളെക്കുറിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, അങ്ങനെ ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനി അയാൾക്ക് വേണ്ടി രക്ഷയ്ക്ക് ഒരു വഴി അവശേഷിക്കുന്നില്ല. അതാണ് പറയുന്നത്, അയാൾ നിത്യശിക്ഷയിലേക്ക് നിബന്ധിക്കും. ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാം. ഹെബ്രായ 10:26, സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നെ ഒരു ബലി അവശേഷിക്കുന്നില്ല. വെളിപാട് പുസ്തകത്തിൻ്റെ 21-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ തിരുവചനം, വെളിപാട് പുസ്തകത്തിൻ്റെ 21-ന്റെ 8-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. രണ്ടാമത്തെ മരണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മാനുഷിക ജീവിതത്തിൻ്റെ അവസാനത്തിന് ശേഷം വീണ്ടും അവൻ നിത്യമായി മരിക്കുന്ന രണ്ടാമത്തെ മരണം, നിത്യശിക്ഷാവിധി. വെളിപാട് പുസ്തകത്തിൻ്റെ 22-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ജീവൻ്റെ വൃക്ഷത്തിൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. ഇതാണ് രണ്ടാമത്തെ മരണം, നിത്യശിക്ഷാവിധി. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ വീണ്ടും പാപം ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പാപത്തിൽ തുടരുന്ന അവസ്ഥയെക്കുറിച്ചാണ്. അപ്പോൾ യേശു അവനോട് പറയുകയാണ്, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. അപ്പോൾ ശാരീരികമായി ഉണ്ടാകാനിടയുള്ള പ്രയാസങ്ങൾക്കുപരി പാപം നമ്മളിൽ തരാൻ സാധ്യതയുള്ള നിത്യമായ ശിക്ഷയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 15-ാമത്തെ വാക്യം, അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു. നിങ്ങൾ നോക്കൂ, ഈ മനുഷ്യൻ നമ്മൾ കുറെ കൂടി ശ്രദ്ധ ആവശ്യമുള്ള ഒരാളാണ്. കാരണം അയാൾ ചെന്നിട്ട് യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയത് എന്നറിയിച്ചു. യേശുവാണ്. അയാൾക്ക് അറിയില്ലായിരുന്നു യേശുവാണെന്ന്. അറിയില്ല എന്ന് ഒരാൾ ചോദിച്ചപ്പോൾ ആരാണ് എന്നെ സുഖപ്പെടുത്തിയതെന്ന് എനിക്ക് അറിയില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ അയാൾ നേരെ ദേവാലയത്തിലേക്ക് വന്നു, ദൈവത്തെ ആരാധിച്ചു, യേശുവിനെ കണ്ടുമുട്ടി. അപ്പോൾ യേശുവിനെ പരിചയപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, യേശുവാണ് എന്നെ സുഖപ്പെടുത്തിയത് എന്നയാൾ യഹൂദരോട് ചെന്ന് പറഞ്ഞു. സാബത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു, വെറുത്തു. പെർസക്യൂട്ട് ചെയ്തു എന്നാണ് ഒരു ട്രാൻസ്ലേഷൻ. പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ യേശുവിന് അവരെതിരായി സാബത്തിൽ പ്രവർത്തിച്ചാൽ. അപ്പോൾ അതുകൊണ്ട് ഇനി ഈശോ എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെ പ്രവർത്തിച്ചത് ഇതിനുള്ള ഉത്തരം തരികയാണ്. 17-ാമത്തെ വാക്യം, യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. വളരെ 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 വിവാദപരമായ ഒരു പ്രസ്താവനയാണിത്. പറയുകയാണ്, എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു. ഇത് ഇന്ന് സാബത്താണ്. സാബത്ത് എന്താണ്? സാബത്തിൻ്റെ ഒന്നാമത്തെ അർത്ഥം ഞാൻ പറഞ്ഞിരുന്നു. ദൈവം തൻ്റെ പ്രവൃത്തിയിൽ നിന്ന് വിശ്രമിച്ചതിൻ്റെ ഓർമ്മയായിട്ടാണ് ആദ്യമായിട്ട്. ദൈവം സ്രഷ്ടാവാണ്, ആ സ്രഷ്ടാവിനെ അംഗീകരിക്കുന്ന ദൈവം വിശ്രമിച്ചു എന്നതിൻ്റെ ഓർമ്മയായിരുന്നല്ലോ സാബത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഒരു ജോലിയും ചെയ്യാതിരുന്നത്. പക്ഷേ സാബത്തിൽ ഈ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടത്തുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? സാബത്തിൽ പ്രധാനമായിട്ടും പരിച്ഛേദനം,
ദേവാലയത്തിൽ പുരോഹിതന്മാർ പരിച്ഛേദന കർമ്മം നിർവഹിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയമാകുമ്പോൾ ആ സമയമാകുന്ന ഒരമ്മയ്ക്ക് കുഞ്ഞിനെ പ്രസവിക്കണമല്ലോ, സാപത്താണെന്ന് വിചാരിച്ച് കുഞ്ഞിനെ പ്രസവിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എ വുമൺ ഗിവിങ് ബർത്ത് ടു എ ചൈൽഡ്, അതിനകത്ത് യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് തെറ്റില്ല. കാരണം അത് യഹൂദന്മാർ നിയന്ത്രിച്ചാലും ഇല്ലെങ്കിലും ആ പ്രസവ സമയമാകുമ്പോൾ അവൾ പ്രസവിക്കും. അപ്പോൾ അതുകൊണ്ട് അത് നിയന്ത്രണമില്ല. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ പരിച്ഛേദനം ചെയ്യുന്നതിന് നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ഈ ഒരു കുട്ടിയോ ഒരു മൃഗമോ ഇപ്പോൾ വെള്ളത്തിൽ വീണു, കുളത്തിൽ വീണു, കിണറ്റിൽ വീണു, രക്ഷിക്കുന്നതിന് നിയന്ത്രണമില്ല. അപ്പോൾ ഇതൊന്നും നിയന്ത്രണമില്ല. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തിരുസാന്നിധ്യ അപ്പം 12 അപ്പം ഉണ്ടാക്കി തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശയിൽ പുരോഹിതന്മാർ വെക്കുന്നത് അതെല്ലാം സാബത്ത് ദിവസമാണ്. അപ്പോൾ അതിനൊന്നും നിയന്ത്രണമില്ല. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുരോഹിതന്മാർ ദൈവപ്രവർത്തികരുടെ കൂട്ടത്തിൽ കണ്ടിരുന്ന ഒരു പ്രവൃത്തിയാണ് ഒരമ്മ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ജനനം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവത്തിൻ്റെ സാപത്തിൽ അനുവദനീയമായിരുന്ന ദൈവപ്രവർത്തികരുടെ കൂട്ടത്തിലെ ഒരു പ്രവൃത്തിയായിരുന്നു ജനനം. അപ്പോൾ ഒരു സ്ത്രീയാണ് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നതെങ്കിലും ജന്മം കൊടുക്കുന്നത് ദൈവമാണല്ലോ, ഒരാളെ ജനിപ്പിക്കുന്നത് ദൈവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജനനം, ജന്മം കൊടുക്കുക, പിന്നെ അതുപോലെ തന്നെ ജീവൻ എടുക്കുക, മരണം, ജനന മരണങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയായി അത് സാപത്തിലും ദൈവം തുടരുന്നതായി യഹൂദർ പഠിപ്പിച്ചിരുന്നു. ഈ പശ്ചാത്തലം മനസ്സിലായാലേ ഈശോ പറയുന്ന വാചകങ്ങളുടെ അർത്ഥം മനസ്സിലാവത്തുള്ളൂ. ഇനി തുടർന്ന് വരുന്ന വാചകങ്ങൾ വായിക്കുമ്പോഴും മനസ്സിലാവത്തുള്ളൂ. ജീവൻ നൽകുക, ജീവൻ എടുക്കുക, ഈ പ്രവൃത്തികൾ ദൈവം എല്ലാ പ്രവൃത്തികളിൽ നിന്ന് വിശ്രമിക്കുമ്പോഴും ജന്മം കൊടുക്കുക, ജീവൻ എടുക്കുക, ഒരു പുതിയ ജീവൻ ലോകത്തിലേക്ക് അയക്കുക, അതുപോലെ തന്നെ മരിച്ചവരുടെ മേലുള്ള ശിക്ഷാവിധി നടപ്പാക്കുക. പ്രധാനമായിട്ട് യഹൂദർ പറഞ്ഞിരുന്നു, ദൈവം സാപത്തിൽ പ്രവർത്തിക്കുന്ന 2 പ്രവൃത്തികൾ, ജീവൻ നൽകുന്ന പ്രവൃത്തി, മരിച്ചവരുടെ മേൽ വിധി പ്രഖ്യാപിക്കുന്ന പ്രവൃത്തി. അപ്പോൾ യേശു പറയുകയാണ്, എൻ്റെ അപ്പൻ എല്ലാ ദിവസവും പ്രവർത്തന നിരതനാണ്. നിങ്ങൾ പഠിപ്പിക്കുന്നതനുസരിച്ച് പിതാവായ ദൈവം, എൻ്റെ അപ്പൻ യഹോവയായ ദൈവം ജീവൻ കൊടുക്കുന്നു സാപത്തിലും, അപകടത്തിൽപ്പെടുന്ന ഒരാളെ രക്ഷിക്കുന്നു സാപത്തിലും, പരിച്ഛേദന കർമ്മം നിർവഹിച്ച് ഒരാളെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ ഭാഗമാക്കുന്നു, അത് സാപത്തിൽ. ആരാധനയുടെ ഭാഗമായിട്ട് പുരോഹിതന്മാർ അപ്പം ഉണ്ടാക്കി വെക്കുന്നു, ഇതെല്ലാം സാപത്തിലാണല്ലോ. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. പ്രധാനമായും ജനന മരണം, ജീവൻ കൊടുക്കുക, ജീവൻ എടുക്കുക, അതൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണല്ലോ. ഇതൊക്കെ പിതാവ് സാപത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 38 വർഷമായിട്ട് ഈ തളർന്നു കിടന്ന മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് കൃപയിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ജന്മം കൊടുക്കലാണ്. ഒരു പുതിയ ജന്മമാക്കി, പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്ന പ്രവൃത്തിയാണ്. അത് പിതാവിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പിതാവിൻ്റെ പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി വിവാദം ആരംഭിക്കുന്ന എപ്പോഴെന്നറിയാം? എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. 18-ാമത്തെ വാക്യം, ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു 8 മുതൽ 10 വരെ ചെറുതും വലുതുമായ സന്ദർഭങ്ങൾ യേശുവിനെ വധിക്കാൻ ഇവർ ആലോചിച്ചിരുന്നു. അതായത് കുരിശിൽ യേശുവിനെ കൊല്ലുന്നതിന് മുമ്പ് 10-ൽ താഴെ സന്ദർഭങ്ങളിൽ യേശുവിനെ വധിക്കാൻ യഹൂദർ തുനിഞ്ഞിരുന്നു. ഞാൻ പിന്നീട് യോഹന്നാൻ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാം. അപ്പോൾ യേശുവിനെ വധിക്കാൻ, അത് നമ്മൾ വിചാരിക്കുന്ന പോലെ കുരിശിലെ ഈശോയെ കുരിശിൽ തറയ്ക്കുന്ന സമയത്തല്ല വധിക്കാൻ ചിന്തിച്ചത്. ഇതിനു മുമ്പ് തന്നെ ഈ കോൺഫ്ലിക്റ്റ് ആരംഭിച്ച് യേശുവിനെ എങ്ങനെയെങ്കിലും കൊന്നാൽ മതി എന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് ജെറുസലേമിലെ യഹൂദർ എത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഇവിടെ പറയുന്നത്.
ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു. എന്തുകൊണ്ട്? അവൻ സാബത്ത് ലംഘിക്കുക മാത്രമല്ല, അതൊരു കാരണം. അവനെ വധിക്കാനുള്ള ഒരു കാരണം സാബത്ത് ലംഘിച്ചു. കല്ലെറിഞ്ഞ് കൊല്ലാൻ നിയമമുണ്ട്. അതുമാത്രമല്ല, തന്നെ തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടാകുന്ന ചോദ്യങ്ങളിൽ ഒരു ചോദ്യം, യേശു ദൈവമാണെന്ന് നിങ്ങൾ പിന്നീട് കാലാന്തരത്തിൽ ഉണ്ടാക്കിയതാണ്. യേശു ദൈവമാണെന്ന് യേശു പറഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കൂ, യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യനായ യോഹന്നാൻ, യേശുവിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളുടെ ദൃക്സാക്ഷി വിവരണം നടത്തുന്ന യോഹന്നാൻ, സ്വപ്നം കണ്ട് പറയുന്നതല്ല, നേരിട്ട് കണ്ട യോഹന്നാൻ ഈ സന്ദർഭം എഴുതുമ്പോൾ പറയുകയാണ്, യഹൂദർ അവനെ അന്നു മുതൽ വധിക്കാൻ തീരുമാനിച്ചു. കാരണം അവൻ തന്നെ തന്നെ ദൈവതുല്യനാക്കി, താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചു, തന്നെ തന്നെ ദൈവമാക്കി. യേശു ദൈവമാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ലോകത്തോട് പ്രഖ്യാപിച്ച ദൈവപുത്രനാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവനെ കൊല്ലാൻ നോക്കിയത്. രണ്ട് കാരണം: ഒന്ന്, സാബത്ത് ലംഘിച്ചു; രണ്ട്, അവൻ ദൈവത്തെ പിതാവെന്ന് വിളിച്ചുകൊണ്ട് തന്നെ തന്നെ ദൈവതുല്യനാക്കി മാറ്റി. അപ്പോൾ ഈ ക്ലെയിമിൻ്റെ സീരിയസ്നെസ് യഹൂദർക്ക് മനസ്സിലായി. ഈസ് കോളിംഗ് ഗോഡ് ഹിസ് ഓൺ ഫാദർ, മേക്കിംഗ് ഹിം ഈക്വൽ ടു ഗോഡ്. അതായത് ഒരു മനുഷ്യൻ യഹൂദൻ്റെ കണ്ണുകളിൽ ഒരു മനുഷ്യൻ പേര് പോലും ഉച്ചരിക്കാൻ പാടില്ല എന്ന് തങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് തുല്യനായിട്ട് താൻ ദൈവമാണെന്ന് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ദൈവദൂഷണമാണ്. ദൈവദൂഷണം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ക്രൈമാണ്. അതായത് മരണശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ് ദൈവദൂഷണം. ഉദാഹരണത്തിന് ലേവ്യരുടെ പുസ്തകത്തിൻ്റെ 24 അധ്യായത്തിൽ ഇത് നമുക്ക് കാണാൻ പറ്റും. ലേവ്യരുടെ പുസ്തകം 24 അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ പിന്നീട് നിങ്ങൾ വായിച്ചാൽ മതി. ലേവ്യർ 23, 10 മുതൽ ദൈവദൂഷണത്തിന് ശിക്ഷ 10 മുതൽ 16 വരെ. 10 മുതൽ 16 വരെ. ലേവ്യർ 24, 10 മുതൽ 16 വരെ. അതായത് ദൈവദൂഷണം ആരെങ്കിലും ചെയ്താൽ അങ്ങനെ പറയുന്നവനെ, ദൈവത്തെ ശപിക്കുന്നവൻ തൻ്റെ പാപം വഹിക്കണം, കർത്താവിനെ ദൂഷിക്കുന്നവനെ കൊന്നുകളയണം, സമൂഹം മുഴുവൻ അവനെ കല്ലെറിയണം. അതായത് ബ്ലാസ്ഫമിക്ക്, ദൈവദൂഷണത്തിന് യഹൂദർ നിശ്ചയിച്ചിരുന്ന ശിക്ഷ മരണശിക്ഷയാണ്. അതുകൊണ്ടാണ് യേശുവിനെ കൊല്ലാൻ അവർ ആലോചിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ വചന പഠനം അവസാനിപ്പിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ യേശുവിനെ ഒരു സെമി ഗോഡായിട്ടോ ഒരു കുട്ടി ദൈവമായിട്ടോ അല്ലെങ്കിൽ യേശുവിനെ ഒരു താണ ദൈവമായിട്ടോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഗ്രേഡ് ഗോഡായിട്ടോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവ വചനത്തിന് വിരുദ്ധമായി ചിന്തിക്കുന്നവരാണ്. യേശു ദൈവമാണ്, ദൈവപുത്രനാണ്, തൃത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിത്വമാണ്. യേശു ദൈവമാണ്. അതുകൊണ്ട് യേശു ദൈവമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ നിയോഗം കിട്ടിയ ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ദൈവത്വത്തെ ലഘൂകരിക്കുകയോ തമസ്കരിക്കുകയോ മറച്ചു പിടിക്കുകയോ ചെയ്യുന്ന ഒരു പ്രവൃത്തികളിലും ഏർപ്പെടാനുള്ള ദൗർഭാഗ്യത്തിൽ നമ്മൾ വീഴാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.